ചോദ്യപേപ്പർ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG പരീക്ഷ റദ്ദാക്കി കേന്ദ്ര സർക്കാർ. പുതിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണം CBI ഏറ്റെടുത്തു. മഹാരാഷ്ട്രയിലെ നാസിക് കേന്ദ്രീകരിച്ചാണ് ക്രമക്കേട് നടന്നത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേടിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന മഹാരാഷ്ട്ര സ്വദേശിയെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിനിടെ തുടരെയുണ്ടാകുന്ന ഇത്തരം ക്രമക്കേടുകൾ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പ്രകടനങ്ങൾ നടത്തി. ഡൽഹിയിൽ NSU SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. തിരുവനന്തപുരത്ത് SFIയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിലേക്ക് മാർച്ച് നടന്നു. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്ന ഇത്തരം ക്രമക്കേടുകൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? ദേശീയ പരീക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം വിഫലമാവുകയാണോ? ഇത് സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. അതിനൊരു നാൾവഴി, പരാതിയുടെ നാൾവഴി ഇങ്ങനെയാണ്. പരീക്ഷ അവസാനിച്ച് മണിക്കൂറുകൾക്കകം രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തു. പരീക്ഷയുടെ സാധ്യത, ചോദ്യപേപ്പറിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും പരീക്ഷയിൽ ഉണ്ടായി എന്നായിരുന്നു പരാതികൾ ലഭിച്ചതായി പരീക്ഷ അവസാനിച്ച് 4 ദിവസത്തിന് ശേഷം NTA സ്ഥിരീകരിച്ചു. മെയ് 10 രാജസ്ഥാൻ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പരീക്ഷയുടെ ആകെയുള്ള 720 മാർക്കിൽ 600 മാർക്കിനുള്ള ചോദ്യങ്ങളും സാധ്യതാ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. ചോദ്യപേപ്പർ ടെലഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വലിയ തുകയ്ക്ക് വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ അതിന് നീറ്റ് ചോർച്ച തുടർക്കഥയാവുകയാണ് എന്നതാണ് നമ്മുടെ മുന്നിലെ ദൃശ്യങ്ങൾ. 2024 നടന്ന നീറ്റ് പരീക്ഷയും വലിയ വിവാദമായിരുന്നു. 24 ലക്ഷം പേർ എഴുതിയ പരീക്ഷയിൽ 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചത് വലിയ ചർച്ചയായി. 2013 മുതലുള്ള നീറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആയിരുന്നു ഇത്രയധികം പേർക്ക് 1ാം റാങ്ക് ലഭിക്കുന്നത്. പരീക്ഷ മുമ്പത്തേക്കാൾ എളുപ്പമായിരുന്നു എന്നായിരുന്നു വിഷയത്തിൽ NTA വിശദീകരണം. സമയം തികഞ്ഞില്ല എന്ന് പരാതിപ്പെട്ട 1563 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതും വിവാദമായിരുന്നു. വിചിത്ര റിസൾട്ടിനെതിരെ പരീക്ഷാ വിദഗ്ധരും വിദ്യാർത്ഥികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പരീക്ഷാ പേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച സുപ്രീം കോടതി എന്നാൽ പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. തുടർന്ന് ഗ്രേസ് മാർക്ക് നൽകിയ വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ മാത്രമാണ് നടത്തിയത്. ചോർച്ചകളുടെ പരമ്പര എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. 2024 നീറ്റ് പരീക്ഷാ വിവാദത്തിന് പിന്നാലെ ചോദ്യപേപ്പർ ചോർച്ചകളുടെ ഒരു പരമ്പര തന്നെ പുറത്തു വന്നിരുന്നു. 2024 ജൂണിൽ നടക്കാനിരുന്ന UGC നെറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയായിരുന്നു. പിന്നാലെ നീറ്റ് PG പരീക്ഷയും CSIR നെറ്റ് പരീക്ഷയും ഇതേ കാരണം സൂചിപ്പിച്ചു മാറ്റി. NTA ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. തുടർന്ന് NTA ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസ് അന്നും കേന്ദ്ര സർക്കാർ CBIക്ക് വിട്ടിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത്. 22 ലക്ഷം കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയ്ക്ക് പോലും വലിയ ടെൻഷൻ അടിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോയെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. സാധാരണ ചെറിയ ക്ലാസ്സുകളിലെ പരീക്ഷകൾക്ക് പോലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ടെൻഷനോടെയാണ് പോയി. ഇപ്പോൾ എഴുതി പൂർത്തിയാക്കിയല്ലോ എന്ന ആശ്വാസത്തിലിരുന്നിട്ട് ഈ നീറ്റ് UG പരീക്ഷ വീണ്ടും ഒരിക്കൽ കൂടെ, അതും ഇത്രയും കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിലൂടെ പോയിട്ട് എഴുതേണ്ടുന്ന ഗതികേടിലാണ് ഈ കുട്ടികളാകെ തന്നെ. ആരെയാ കുറ്റം പറയുക? ഇത് ഈ സംവിധാനം പണ്ടേ ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി അടക്കം ഈ ലീക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സമ്മതിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായി ഇതിലൊരു പൊളിച്ചെഴുത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2018 രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ഈ പരീക്ഷകളിലൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇത്രയും ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു പരീക്ഷാ നടത്തിപ്പിനുള്ള ശേഷി ഇപ്പോഴും ആ സംവിധാനം കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും വലിയൊരു പരീക്ഷ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചോർച്ചയ്ക്ക്, പേപ്പർ ചോർച്ചയ്ക്കൊക്കെയുള്ള, ചോദ്യപേപ്പർ ചോർച്ചയ്ക്കൊക്കെയുള്ള സാധ്യത പല വഴിക്ക് ഉണ്ട് എന്നുള്ളതുമാണ് വാസ്തവം. അതിന് പകരം മുമ്പ് ഇപ്പോൾ തമിഴ്നാടും കർണാടകവും ഒക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നീറ്റ് പരീക്ഷ എന്നുള്ള പരിപാടി തന്നെ അവസാനിപ്പിച്ചിട്ട് പണ്ടത്തെ മാതൃകയിൽ, അതായത് ഈ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് അതിൻ്റെ മാർക്ക് കണക്കാക്കി അങ്ങനെ അഡ്മിഷൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം ആ കാര്യത്തിൽ അനുമതി കൊടുക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. തമിഴ്നാട് ബില്ല് പാസ്സാക്കിയതാണ് നിയമസഭ, ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇപ്പോഴും ഇരിക്കുകയാണ് അതവിടെ. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ഇത് പുതിയൊരു കാര്യമല്ല. 2024 കാര്യം തനീഷ് ഇവിടെ പറഞ്ഞു. ഇതേപോലെ ഒരു അബദ്ധം മാത്രമല്ല 2024 പറ്റുന്നത്. പല വിചിത്രമായ കാര്യങ്ങളാണ് ഒരേ മട്ടിൽ നടന്നത്. ഒന്ന്, ഈ പേപ്പർ ചോർച്ച, ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളത്. 2, ഈ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് മുഴുവൻ മാർക്കും കിട്ടി പാസ്സാകുന്ന സ്ഥിതി ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വിചിത്രമായ സാഹചര്യങ്ങളൊക്കെ ആ കാര്യത്തിലുണ്ടായിരുന്നു. ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കി, ഈ ഗസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്നുള്ള മട്ടിൽ ഇത്തരത്തിലുള്ള
ഗസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന മട്ടിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകൾ ചോരുന്നു എന്നുള്ളത് ആദ്യം മുതലുണ്ടായിരുന്ന ഒരു ആരോപണമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ കോച്ചിങ് സെൻറ്റർ മാഫിയയാണ് എന്നുള്ളതുമാണ് ആരോപണം. അതിൽ ഒരു പരിധി വരെയല്ല, അതിൽ യാഥാർത്ഥ്യം ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം കോച്ചിങ് സെൻറ്ററുകളും അവരുടെ വരുമാനവും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന രീതി കണക്കിലേ അല്ല പോകുന്നത്. അത് നൂറുകണക്കിന് കോടികളുടെ കണക്കാണത്, ആയിരക്കണക്കിന് കോടികളുടെ കണക്കാണത് ഈ കോച്ചിങ് സെൻറ്ററുകളുടെ ഒരു വരുമാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാ സാധ്യതയും ഇതിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. അവർക്ക് ഈ പ്രിൻറ്റിംഗ് പ്രസ്സുകളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു, ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു, പലതരത്തിൽ ആളുകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരേ മട്ടിൽ ഇപ്പോൾ, അതായത് ഈ ചോർന്നിരിക്കുന്ന ചോദ്യപേപ്പറുകളുടെ ഒരു പ്രത്യേകത എന്താണ്, അത് ഒരു 10, 120, 140 ചോദ്യങ്ങൾ ഒരേ പാറ്റേണിൽ ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ അങ്ങ് ഒരുമിച്ച് ചോരുക എന്നുള്ളതാണ്. അത് 400 ചോദ്യങ്ങളിൽ ഒരു 140 ചോദ്യങ്ങൾ ഒരേ ഇതിൽ വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഈ കോച്ചിങ് സെൻറ്ററുകൾക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ മുമ്പും കണ്ടെത്തിയിട്ടുള്ളതാണ്, ഇത്തരം ചോദ്യപേപ്പറുകൾ വിറ്റുപോകുന്നത് എങ്ങനെയായിരുന്നു. 28 ലക്ഷം രൂപ വരെ മേടിച്ചിട്ടാണ് ഈ ചോദ്യപേപ്പറുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ ഇത് മേടിച്ച് പരീക്ഷ എഴുതി ജയിച്ചു വരുന്നയാളാണ് ഇനി മനുഷ്യൻ്റെ മേൽ കത്തി വെക്കേണ്ടത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇതിനേക്കാൾ മികച്ച മാതൃക എന്ന് പറയുന്നത് പഴയ മാതൃക തന്നെയായിരുന്നു. അതായത് മെറിറ്റ് എന്നുള്ളത് ആ നിലയ്ക്ക് ആ കുട്ടിക്ക് ഇതിനുള്ള കഴിവുണ്ടോ എന്ന് ഉറപ്പാക്കി ആ നിലയ്ക്ക് ഈ മെഡിക്കൽ പ്രവേശനം സാധ്യമാകണമെങ്കിൽ അതിന് +2 പാസ്സാകുമ്പോഴുള്ള മാർക്ക് നോക്കി തന്നെ പരിഗണിക്കുന്നതാണ് നല്ലത്. ഇതിൽ ഈ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കുഴപ്പം ഉണ്ടാവത്തേ ഉള്ളൂ. ഇതിപ്പോൾ ചോദ്യപേപ്പർ കൊണ്ടുവരുന്ന വാഹനത്തിനെല്ലാം GPS ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പല ലെയറായിട്ടുള്ള സുരക്ഷാ പരിശോധനയുണ്ട്. കുട്ടികളുടെ ഡ്രസ് കോഡ് നീറ്റിൽ ഈ NTA പരീക്ഷകൾ തുടങ്ങിയ കാലം മുതൽ അത് പലതരത്തിലുള്ള വിമർശന വിധേയമായ കാര്യം നമുക്കറിയാം. ഈ ഓരോ നീറ്റ് പരീക്ഷക്കാലത്തും അതൊരു വാർത്തയായി വരാറുമുണ്ട്, ഇല്ലേ? ഇത്തവണയും വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ വേഷവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കൂടുതൽ വഷളായ ഒരവസ്ഥ ഉണ്ടാക്കുക. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ഇനി വീണ്ടും പരീക്ഷ നടത്താൻ പോവുകയാണ്. നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം, ഈ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർക്കശമാക്കും. കൂടുതൽ ഈ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടാകും. 1ഉം 2ഉം അല്ലല്ലോ സതീഷ്, ഇത്രയും കൃത്യമായി ഒരാൾ ഇപ്പം നമ്മൾ ഒരു ദിവസം ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കി പെർഫോം ചെയ്യുന്ന പോലെയാണോ രണ്ടാമത്തെ ദിവസം? അല്ല. ഒരു പരീക്ഷ ഒരു തവണ എഴുതുന്നത് പോലെ തൊട്ടടുത്ത ദിവസം എഴുതാൻ പറ്റുമോ? ഒരേ പരീക്ഷ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഒരാൾക്ക് ഒരു ദിവസം ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയേക്കും, അടുത്ത ദിവസം ആ മട്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് +2-ൻ്റെ മാർക്ക് ഷീറ്റ് പരിശോധിക്കുന്നത് തന്നെയാണ്. അതിനു പകരം ഇപ്പോൾ ഇത് റദ്ദാക്കിയിരിക്കുന്നു, ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നു, വീണ്ടും കുട്ടികൾ പരീക്ഷ എഴുതാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇതിൽ എത്ര പേരുടെ പ്രതീക്ഷയാണ് നശിക്കുക? പിന്നെ ഇത് വളരെ സാധാരണക്കാരായ കുട്ടികൾ, അങ്ങനെ അവർക്കിത് നീറ്റ് പാസ്സാവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് വിമർശകർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഭേദം നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ +2-നൊക്കെ പഠിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറെ കൂടി സാധാരണക്കാർക്കും എല്ലാവർക്കും അതിൽ കടന്നുകൂടാവുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നു. അതില്ലാതായി. അപ്പോൾ ഈ ആർക്കും വേണ്ടാത്ത, കുട്ടികളെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു പരീക്ഷാ നടത്തിപ്പ് രീതി എന്തിനാണ് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അത് ഒന്നുകിൽ ഇത്തരം മാഫിയകളെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടോ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള വിമർശനം തമിഴ്നാട്ടിൽ നിന്ന് തുടരെ കേട്ടതാണ്. ചിലപ്പോൾ അങ്ങനെ തന്നെ വിലയിരുത്താനേ തൽക്കാലം നമുക്ക് തരമുള്ളൂ. അല്ല, അത് തന്നെയാണ്. അതായത് ഇതിനകത്തൊരു ചില ഫൗൾ പ്ലേ ഒക്കെ നടക്കുന്നത് കൊണ്ട് കൂടെയാണ് ഇത്തരം തട്ടിപ്പുകൾ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്, റാക്കറ്റ് തന്നെ ഉണ്ടായി വരുന്നത് എന്നൊക്കെ സംശയിക്കാവുന്ന നിലയാണ്. ഇത് ആവർത്തിച്ച് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളത്. ഇതിൽ ആകെത്തുകയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 22 ലക്ഷം വിദ്യാർത്ഥികൾ, അതിൽ തന്നെ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച കുട്ടികൾ വീണ്ടും ഇതേ പരീക്ഷ പോയി എഴുതുന്നതിൽ മാനസിക സമ്മർദ്ദം എന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. ഇതിനകത്ത് വിചിത്രമായ കാര്യമാണ്. അതായത് ഒരിടത്ത് വായിച്ചത് ഹരിയാനയിലോ രാജസ്ഥാനിലോ മറ്റോ ഉള്ളൊരു കുട്ടിയും, ഹരിയാനയിലോ രാജസ്ഥാനിലോ സ്വദേശിയായിട്ടൊരു കുട്ടി കേരളത്തിൽ നിന്ന് അവിടെ നിന്നൊരു ഗസ്റ്റ് പേപ്പർ സംഘടിപ്പിക്കുകയാണ്, ഗസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഈ കുട്ടിയുടെ പിതാവിന് അയച്ചു കൊടുക്കുക. പിതാവ് അവിടുത്തെ ഒരു ഹോസ്റ്റലിലെ വാർഡനോ മറ്റോ ആണ്. പിതാവിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗസ്റ്റ് പേപ്പറാണെന്നാണ് വിചാരിക്കുന്നത് പിതാവ്. അപ്പോൾ പിതാവ് മറ്റുള്ളവർക്ക് കൈമാറുന്നു. പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ 420 ചോദ്യങ്ങളിൽ നിന്ന് 140 ചോദ്യങ്ങൾ അതേപടിയുണ്ട്. അതേപടി എന്ന് വെച്ചാൽ അതിനകത്തുള്ള കൗതുകം എന്താണെന്ന് വെച്ചാൽ കുത്തും കൊമയും പോലും അതേപടിയാണ്. എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ഇങ്ങോട്ട് മാറ്റി എഴുതുക എന്നുള്ളതല്ല
അല്ല ഉണ്ടായിരിക്കുന്നത്. അത് എവിടെയാണോ ക്വസ്റ്റ്യൻ ഉണ്ടായത്, ആദ്യം ടൈപ്പ് ചെയ്ത് എവിടെയാണോ അതിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് പോലെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ്, അതായത് ഈ ക്വസ്റ്റ്യനകത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിനകത്ത് അങ്ങേയറ്റം വലിയ തട്ടിപ്പാട് നടന്നതെന്ന സംശയം വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ രക്ഷിതാക്കളോ മറ്റോ പരാതി കൊടുക്കുന്നു. ആദ്യം പരാതി ഗൗരവത്തിൽ കാണുന്നില്ല. അപ്പോൾ ഇതൊരു 10-20 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 40 ദിവസം മുമ്പെങ്കിലും ഈ ഗസ് ക്വസ്റ്റ്യൻ പേപ്പർ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക്. അത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ടൊക്കെ ലഭിക്കുക, പലതരത്തിൽ ടെലിഗ്രാമിലും വാട്സപ്പിലും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും 22 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഈ പരീക്ഷ നടത്തിപ്പിൻ്റെ ഏജൻസി, പിന്നെ അതും ഡോക്ടർമാരാകുന്നതിലേക്കുള്ള ഭാവിയിലെ ഡോക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരീക്ഷ നടത്തുന്ന ഏജൻസിക്ക് 10-25-30 ദിവസം മുമ്പ് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചോർന്ന് പല നിലക്ക് പോകുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല എന്നതാണ് അതിലെ കൗതുകം, അങ്ങേയറ്റം അത്ഭുതകരമായുള്ള ഞെട്ടിക്കുന്ന സംഭവം. നമ്മളിവിടെ PSC സംവിധാനം നമ്മൾ എത്രയോ മികച്ച തോതിലാണ് നടത്തുന്നത്. എന്തൊക്കെയോ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും PSCയെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് സമരങ്ങളൊക്കെ നടക്കുമെങ്കിലും PSCയെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കർക്കശമായിട്ടുള്ള എതിരഭിപ്രായമൊന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പാണ്. PSC പരീക്ഷ നടന്ന അത്രക്ക് അവധാനത പോലും ഇത്രയും വലിയ ടെസ്റ്റ് നടന്ന ഈ NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഉണ്ടാക്കിയിട്ടില്ല ഇതിനകം, ഈ കാലത്തിനകം. എന്ന് വെച്ചാൽ അങ്ങേയറ്റം ദുഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അധികൃതർ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ ആ പരീക്ഷയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന സംശയം ബലപ്പെടുത്തുന്ന കാര്യമാണ്. ഈ തമിഴ്നാട്ടുകാർ ആവർത്തിച്ചുന്നയിക്കുന്ന പ്രതിഷേധങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദേശീയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരമായി കേൾക്കുന്നൊരു വാർത്തയാണ്. തുടങ്ങിയ കാലം മുതൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷാ സംവിധാനമാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ്. രാജ്യത്തെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ആശങ്കയിലാക്കുന്ന ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കുന്നത് ഒട്ടും ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ്. എല്ലാ ദിവസവും ഉറക്കമിളച്ചും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും ശേഷം 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ ഫലം കാത്തുനിന്ന പരീക്ഷയാണിത്. ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത് എന്നതാണ് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചകൾ പോലെ തന്നെ പിന്നാലെ വരുന്ന കമ്മിറ്റി അന്വേഷണങ്ങളും CBI അന്വേഷണങ്ങളും എല്ലാം തുടർക്കഥയാകുമ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ഓരോ തവണയും ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുന്ന സംവിധാനം അതേപടി തുടരുന്ന കാലത്തോളം നീറ്റ് അടക്കമുള്ള പരീക്ഷകളിലെ ചോർച്ചയും ക്രമക്കേടുകളും വാർത്തകളായി തുടരും എന്നതാണ് സങ്കടകരമായ കാര്യം. പരീക്ഷാ ക്രമക്കേടുകളിൽ ഏർപ്പെടുന്നവർക്കെതിരെയും കോച്ചിംഗ് മാഫിയകൾക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും മടി കാണിക്കരുത്.